ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ടു മൈ ചാനൽ. എന്തൊക്കെ എല്ലാവരും വിശേഷങ്ങൾ? സുഖം തന്നെയല്ലേ? നമ്മളിവിടെ സുഖമായിട്ട് ഇരിക്കണം കേട്ടോ. പിന്നെ ഞങ്ങളിന്ന് പുലാമന്തോൾ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചെറിയൊരു ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് പുലാമന്തോളുള്ള മിത്ര മാർട്ടിൽ പോയതാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ കുട്ടിയുടെ ചെയിന് മാറ്റാൻ വേണ്ടിയിട്ട് പോയതായിരുന്നു. അപ്പോൾ ഞങ്ങളങ്ങനെ ജ്വല്ലറിയിലൊക്കെ പോയി പിന്നെ അത് ചെയിനൊക്കെ ഉണ്ടാക്കാൻ പറഞ്ഞ് പോന്നതാണ് കേട്ടോ. അപ്പോൾ കുട്ടിക്ക് പാമ്പേഴ്സ് ഇല്ലയെന്നും പിന്നെ സോപ്പ് പൊടി അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ വേണ്ടിയിരുന്നു. അപ്പോൾ നമ്മൾ ഈ കടയിൽ നിന്നാണ് എപ്പോഴും സാധനങ്ങൾ വാങ്ങൽ കേട്ടോ. അപ്പോൾ ഇവിടെ വന്നാൽ എന്താണെന്ന് വെച്ചാൽ നമ്മൾ വിചാരിച്ച എല്ലാ സാധനങ്ങളും ഇവിടെ കിട്ടുമല്ലോ. അപ്പോൾ പിന്നെ ഞങ്ങൾ ഇവിടെ വരും. അപ്പോൾ എല്ലാ സാധനങ്ങളും ഇവിടെ നിന്ന് എടുക്കാമല്ലോ വിചാരിച്ചിട്ട് കേട്ടോ. നല്ല ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. അപ്പോൾ ഞങ്ങൾ എപ്പോഴും ഇങ്ങോട്ട് വരലുണ്ട്. പിന്നെ പച്ചക്കറി ആയാലും എല്ലാ സാധനങ്ങളും ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ജ്വല്ലറിയിൽ ആദ്യം തന്നെ ജ്വല്ലറി പോയി ചെയിനൊക്കെ കൊടുത്ത് ചെയിനൊക്കെ അവിടെ ഞങ്ങൾ നോക്കുമ്പോൾ ഞങ്ങൾക്ക് പറ്റിയ ചെയിൻ അവിടെ ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾ അതൊക്കെ ഉണ്ടാക്കാൻ പറഞ്ഞിട്ട് അവിടെ കൊടുത്ത് പോന്നിട്ടുണ്ടായിരുന്നു. കുട്ടിയുടെ കഴുത്തിലുള്ള ചെയിൻ പൊട്ടിയതായിരുന്നു. അപ്പോൾ അത് കൊടുത്തിട്ട് ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ അവിടെ കൊടുത്തിട്ടാണ് പിന്നെ ഞങ്ങൾ അങ്ങനെ ഇങ്ങോട്ട് പോകുന്നത്. പിന്നെ ഇവിടുന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് ഞങ്ങൾ അങ്ങനെ പോരുകയാണ് കേട്ടോ ചെയ്തത്. പിന്നെ ഇന്ന് വൈകുന്നേരം ആയപ്പോൾ ഞങ്ങൾക്ക് ചെറിയൊരു വിശേഷം ഉണ്ടായിരുന്നു കേട്ടോ. കുഞ്ഞു സന്തോഷം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിൻ്റെ വിശേഷമൊക്കെ ഇതിൽ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ കുറച്ച് ഫ്രൂട്ട്സും പച്ചക്കറിയും പിന്നെ സോപ്പ് പൊടി സോപ്പ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ കുറച്ച് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ വാങ്ങി കുറച്ച് നേരമൊക്കെ അവിടെ അങ്ങനെ നിന്ന് ഞങ്ങൾ ഇതൊക്കെ എല്ലാതും സാധനങ്ങളൊക്കെ നോക്കി പിന്നെ കുട്ടിക്ക് മിഠായിയൊക്കെ വേണമെന്ന് പറഞ്ഞിട്ട് അതൊക്കെ മേടിച്ച് ഞങ്ങളെല്ലാതും മേടിച്ചിട്ട് അങ്ങനെ അവിടെ നിന്ന് പോന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ഇങ്ങനത്തെ കടകളിലൊക്കെ പോകുകയെന്ന് വെച്ചാൽ നമ്മൾ വിചാരിച്ച എല്ലാ സാധനങ്ങളും ഒരു കടയിൽ നിന്ന് തന്നെ ഇങ്ങോട്ട് വാങ്ങാമല്ലോ. ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ പലചരക്ക് സാധനങ്ങൾ വേറെ ഇടത്തുനിന്ന് വാങ്ങണം. പിന്നെ പച്ചക്കറി പഴങ്ങളൊക്കെ വേറെ ഇടത്തുനിന്ന് വാങ്ങണം. അപ്പോൾ അതിനൊന്നും നിൽക്കണ്ട. ഇങ്ങനെ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കടയിൽ നിന്ന് തന്നെ വാങ്ങാം കേട്ടോ. പിന്നെ നല്ല ഓഫറുണ്ട് കേട്ടോ. സോപ്പ് പൊടിക്കായാലും പിന്നെ അതുപോലെ പാമ്പേഴ്സിനൊക്കെ നല്ല ഓഫറുകളുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ ഇവിടെ അടുത്തുള്ളവരൊക്കെ ഇങ്ങോട്ട് വരാൻ പറ്റുന്നവരൊക്കെ ഈ കടയിൽ വന്നിട്ട് സാധനങ്ങൾ മേടിച്ചോളി. നല്ല ഓഫർ ഉണ്ട് കേട്ടോ. പിന്നെ അതുമാതിരി കേക്കുകളായാലും പിന്നെ കുറേ വെള്ളങ്ങളും എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ. ഐസ്ക്രീം ഐറ്റങ്ങൾ അത് വേറെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ഐസ്ക്രീമൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ വാങ്ങി പിന്നെ ഇതാ ഈ മിഠായിയൊക്കെ നല്ല മിഠായിയാണ് കേട്ടോ. നല്ല ടേസ്റ്റുള്ള മിഠായിയാണ്. അപ്പോൾ ഇതാ ഞങ്ങൾ ഇതൊക്കെ വാങ്ങി അങ്ങനെ ബില്ല് ചെയ്ത് പിന്നെ സാധനങ്ങളൊക്കെ എടുത്തിട്ട് ഞങ്ങൾ അങ്ങനെ പോരുകയാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ നല്ല ഫ്ലേവറുള്ള ഐസ്ക്രീമാണ് കേട്ടോ. പിന്നെ ഇത് ഇവിടെയുള്ള മിഠായികളൊക്കെയാണ് കേട്ടോ. ഇതിൽ നിന്ന് കുട്ടി മിഠായിയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഞങ്ങൾ മേടിച്ചു. പിന്നെ അവിടെ പിന്നെ ചായപ്പൊടി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നല്ല ഓഫറിൽ അവിടെ പുറത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ കയറി ചെല്ലുന്ന ഭാഗത്ത് തന്നെ ഇങ്ങനെ ചായപ്പൊടിയൊക്കെ നല്ല ഓഫറിൽ വെച്ചിട്ടുണ്ട്. പിന്നെ ഈ പാമ്പേഴ്സൊക്കെ നല്ല ഓഫറുള്ള ഇതൊക്കെയാണ് നല്ല ഓഫറിൽ കൊടുക്കുന്നതാണ് കേട്ടോ. ഇതൊക്കെ നമ്മൾ കയറി ചെല്ലുന്ന ഭാഗത്ത് തന്നെ ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ അതൊക്കെ നോക്കി ഞങ്ങൾ സർഫ് എക്സലാണ് എപ്പോഴും വാങ്ങാറ്. അപ്പോൾ ഞങ്ങൾ അതന്നെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ വൈകുന്നേരം ആയപ്പോൾ നമുക്കൊരു കുഞ്ഞു വിശേഷം ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ കേക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കേക്ക് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് കൊപ്പത്തുള്ള ടേസ്റ്റി ബഡ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കടയിൽ നിന്നാണ് കേട്ടോ. ഞങ്ങൾ എപ്പോഴും അവിടെ നിന്ന് തന്നെ കേട്ടോ കേക്കൊക്കെ ഓർഡർ ചെയ്ത് വാങ്ങാറ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ മാസം ഒരു കേക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇവരെ കേക്ക് ഒന്നും പറയാനില്ല കേട്ടോ. നല്ല ടേസ്റ്റാണ് പറഞ്ഞാൽ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് തന്നെയാണ് എപ്പോഴും കേക്കൊക്കെ ഓർഡർ ചെയ്ത് വാങ്ങൽ കേട്ടോ. അപ്പോൾ നിങ്ങൾ കേക്കൊക്കെ വേണ്ടവർ അവിടുന്ന് വാങ്ങിക്കോളുണ്ട്. ഞാൻ ഓലെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ യൂട്യൂബ് ചാനലിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും അവിടെ പോയിട്ട് പിന്നെ വാങ്ങിക്കോളുണ്ട്. ഞങ്ങളെപ്പോഴും ഇവരുടെ അടുത്ത് തന്നെയാണ് കേക്ക് ഓർഡർ ചെയ്യൽ. കേക്ക് ഓർഡർ ചെയ്ത് നമ്മൾ പറഞ്ഞ ടൈം ആകുമ്പോൾ തന്നെ അവർ വീട്ടിൽ എത്തിച്ചേരും ചെയ്യും കേട്ടോ. ഞങ്ങളിപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിയ കേക്കും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഈ കേക്കും നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഇത് ഞങ്ങൾ പെട്ടെന്ന് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളൊരു 5-5:30 മണിക്കൊക്കെയാണ് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു വിശേഷം വന്നപ്പോൾ ഞങ്ങൾ കേക്ക് വാങ്ങാൻ വിചാരിച്ചത്. അപ്പോൾ കേക്ക് ഓർഡർ ചെയ്തത് ഞങ്ങളൊരു 5:30 ടൈമിനാണ്. പിന്നെ ഞങ്ങൾക്കൊരു 7:30 ആയപ്പോൾ കേക്ക് വീട്ടിലെത്തിച്ചേരും ചെയ്തു കേട്ടോ. പിന്നെ അങ്ങനെ കേക്കൊക്കെ കിട്ടി. കുട്ടികൾക്കൊക്കെ കേക്ക് കിട്ടുക പറഞ്ഞാൽ പിന്നെ നല്ല സന്തോഷമല്ലേ. കുട്ടിക്ക് ഭയങ്കര സന്തോഷമാണ്. അവൾ തന്നെ കേക്ക് മുറിക്കാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ അവൾ കേക്കൊക്കെ മുറിച്ച് പിന്നെ എൻ്റെ മോനിക്കൊക്കെ കൊടുത്ത് പിന്നെ ഉപ്പപ്പാക്കും ഉമ്മമാക്കും എല്ലാവർക്കും കേക്കൊക്കെ കൊടുക്കുകയാണ് കേട്ടോ അവൾ. അപ്പോൾ കേക്ക് മുറിച്ച് തരാൻ ഉപ്പപ്പാനെ വിളിക്കുകയാണ്. അപ്പോൾ ഉപ്പപ്പ കേക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് അവളുടെ അടുത്തേക്ക് വന്നിക്കാണ്. കേക്ക് അവൾ കട്ട് ചെയ്യണതാണ്. ഒരു കൈ കൊണ്ട് കട്ട് ചെയ്യും ചെയ്യാണ്, ഒരു കൈ കൊണ്ട് എടുത്തിട്ട് എല്ലാവർക്കും കൊടുക്കുകയും ചെയ്യാണ് കേട്ടോ. അത് ഉപ്പപ്പാക്ക് കേക്ക് കൊടുക്കുകയാണ് അവൾ. പിന്നെ അവളും കുറേ കേക്കൊക്കെ കഴിച്ച് പിന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും അവൾ അത് കട്ട് ചെയ്ത് തന്നു കേട്ടോ. ആരെടുത്തും കട്ട് ചെയ്യണമെങ്കിൽ കത്തിയൊന്നും തരില്ല. അത് അവളെ തന്നെ പിടിച്ചിട്ട് അവൾക്ക് തന്നെ കട്ട് ചെയ്യണം. അപ്പോൾ അവളെ കൊണ്ട് തന്നെ കട്ട് ചെയ്യിപ്പിക്കുക. ഞങ്ങൾ ആരെ ബർത്ത്ഡേ ഉണ്ടെങ്കിലും അവളെ കൊണ്ട് തന്നെ കട്ട് ചെയ്യിപ്പിക്കുക ചെയ്യട്ടോ. അപ്പോൾ
മോൻ വന്നുങ്ങാണ്ട് കേക്ക് ഓളാകെ കൊളാക്കാണ് കട്ട് ചെയ്തിട്ട്. അപ്പോൾ അവന് അവിടെ ഓള് കട്ട് ചെയ്ത ഭാഗത്തുനിന്ന് അതൊക്കെ ഒന്ന് എടുത്തിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. ഇനി അതിമൊന്നും ഓരോ കഷ്ണം എടുത്തിട്ട് എല്ലാവർക്കും കൊടുക്കും, ഉമ്മമാക്കും എല്ലാവർക്കും കൊടുക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അതാ ഇനി അതിൻ്റെ ഇടയിൽ അതിൻ്റെ മേലുള്ള ആ ഒരു സാധനങ്ങൾക്ക് കിട്ടണം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ള വിശേഷങ്ങൾ കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്